ദൈവമേ, സിയോനിൽ നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. സങ്കീർത്തനം 66:1-2 വാക്യങ്ങൾ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമൂഹത്തിന്റെ ഒരു കൃതജ്ഞതാഗാനം. ഇതിന്റെ ആദ്യ ഭാഗത്ത് ഇസ്രായേല്യരുടെ പൂർവ്വചരിത്രത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെട്ട് അവർക്ക് ചെയ്ത കൃപകൾക്കായി കൃതജ്ഞത അർപ്പിക്കുവാനുള്ള ആഹ്വാനമാണ്. രണ്ടാം ഭാഗത്ത് ദൈവം ആപത്തിൽ നിന്ന് വിടുവിച്ച് ഒരു വ്യക്തി താൻ കഷ്ടതയിലായിരുന്നപ്പോൾ നടത്തിയ നേർച്ച സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തു. ഇതിന്റെ രചനാ സന്ദർഭം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഹിസ്കിയാവിന്റെ കാലത്ത് അസീറിയൻ രാജാവ് സെനഹരീബ് ഇസ്രായേലിനെ ആക്രമിച്ചുവെങ്കിലും പിൻവാങ്ങിയ പശ്ചാത്തലമായിരുന്നു. ഇതിനോട് കൂട്ടിച്ചേർക്കാവുന്നതാണ് ഹിസ്കിയാവിന് രോഗം ബാധിച്ചെങ്കിലും സൗഖ്യം പ്രാപിച്ചപ്പോൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന കാര്യം. 1 രാജാക്കന്മാർ 18-19, ഏശയ്യ 36-37. നമ്മുടെ ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിടാം. അഗ്നിശോധനകളും കഠിന യാതനകളും അഭിമുഖീകരിക്കേണ്ടി വരാം. എന്നാൽ അവയൊക്കെ നമ്മെ ശുദ്ധീകരിച്ച് ബലപ്പെടുത്തുവാനാണ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് മോചനം നൽകും. കഷ്ടതകളിലും പ്രയാസങ്ങളിലും ദൈവത്തിന് കൈക്കൂലി കൊടുക്കുന്ന മനോഭാവത്തോടുള്ള നേർച്ചകളും സ്തോത്രങ്ങളും അരുത്. കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന വഴിപാടുകളും കാഴ്ചകളും അർപ്പണങ്ങളും നിശ്ചയമായും സ്വീകരിക്കും. ഹാബേലിന്റെ കാഴ്ച നമുക്ക് ഈ സമയത്ത് ഓർത്തിരിക്കാവുന്ന കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനയും ഭക്തിയും തീവ്രവും തീഷ്ണവുമാകട്ടെ, എന്നാൽ അവ തിന്മയില്ലാത്ത ശുദ്ധഹൃദയത്തിൽ നിന്ന് ഉണ്ടാകണം. നമ്മുടെ വ്യർത്ഥവും ലൗകികവുമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കണം. അനുതാപ ഹൃദയത്തോടും സ്വച്ഛമായ മനസാക്ഷിയോടും പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവപരിപാലനയെ പറ്റിയുള്ള അവബോധമാണ് ദൈവാരാധനയ്ക്ക് നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ. വിധി നീതിക്കയ്യോ ചെയ്യരുതേ. ഞാൻ പാതകിയെന്നറിയുന്നേ. സർവകടങ്ങളും മാറാഞ്ഞാൽ നരകം താനെന്നവകാശം. നിന്നെ വിളിപ്പാൻ കഴിവെന്നേ. മൗനം ഹൃദയാൽ ഞാൻ പൂകം. നീക്കുക കൃപയാലെൻ പാപം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ മക്കളായ ഞങ്ങൾ പലപ്പോഴും പലവിധമായ കഠിന പരീക്ഷകളിലും പ്രയാസങ്ങളും അകപ്പെട്ടു പോകുന്നു. പലതും ഞങ്ങളായി വരുത്തിവെച്ച വിനകളുമാകുന്നു. ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പലരും ഈ പ്രഭാതത്തിൽ വേദനയും യാതനയും അനുഭവിക്കുന്നു. അവരെയും അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. നിന്റെ യഥാർത്ഥ വഴിയിൽ നടക്കുവാൻ നിന്റെ മക്കളായ ഞങ്ങളെ അഭ്യസിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. പുത്രപുത്ര പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.